ആലപ്പുഴ ഷാൻ വധക്കേസിൽ 4 പ്രതികൾക്ക് ജാമ്യം നൽകി സുപ്രീം കോടതി. പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. പ്രതികളായ അഭിമന്യു, അതുൽ, സനന്ദ്, വിഷ്ണു എന്നിവർക്കാണ് ജാമ്യം നൽകിയത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ വെച്ചിരുന്നു. അജീഷ്, രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ ഷാൻ വധക്കേസിലെ പ്രതികൾ ജാമ്യത്തിലിറങ്ങി പുറത്തു നടക്കുന്നത് നാട്ടിന്റെ സമാധാനത്തിന് സ്വൈര്യവിഹാരത്തിനും തടസ്സമാണ് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിലടക്കം വാദിച്ചത്. എന്താണ് കോടതിയിൽ ഉണ്ടായത് അജീഷ്? ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. സംസ്ഥാന സർക്കാർ ഈ ജാമ്യാപേക്ഷയെ ശക്തമായി തന്നെ എതിർത്തിരുന്നു. നേരത്തെ ഇടക്കാല ജാമ്യവുമായി സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴും സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വാദം, പ്രോസിക്യൂഷന്റെ വാദം ഇത് തന്നെയായിരുന്നു. ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ അതിലെ മറ്റു കേസ് ഷാൻ വധക്കേസിലെ പ്രതികൾ പുറത്തിറങ്ങി നടക്കുന്നത് ക്രമസമാധാന പ്രശ്നത്തിനടക്കം അതിനെ ബാധിക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ കർശന ഉപാധികളോടെയാണ് ഇവർക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കരുത്, ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘവുമായും വിചാരണ നടപടികളുമായി സഹകരിക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് ഈ 4 പ്രതികൾക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. RSS പ്രവർത്തകരായ അഭിമന്യു, അതുൽ, സനന്ദ്, വിഷ്ണു എന്നിവർക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി 2-അംഗ ബെഞ്ച് ജാമ്യം നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ദീപാങ്കർ ദത്ത നേതൃത്വം നൽകുന്ന ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിച്ചത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇവർക്ക് ഇടക്കാല ജാമ്യം നൽകിയത്. അതിനു മുമ്പ് ഹൈക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തള്ളിയ ഈ നടപടിക്കെതിരെയായിരുന്നു ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശക്തമായി ഇവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് രംഗത്തെത്തിയെങ്കിലും കോടതി ഇവർക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സ്ഥിരം ജാമ്യം അനുവദിച്ചത്. ഷാൻ വധക്കേസിലെ 4 പ്രതികൾക്ക്, RSS പ്രവർത്തകരായ 4 പ്രതികൾക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്ഥിരം ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഓക്കെ, അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ. 2021 ഡിസംബർ 18 രാത്രി രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നു. 19 രാവിലെ KS ഷാൻ കൊല്ലപ്പെടുന്നു. അപ്പോൾ പ്രതികാരക്കൊല എന്ന മട്ടിലായിരുന്നു. അങ്ങേയറ്റം നമ്മൾ ഞെട്ടിയ ഇരട്ടക്കൊലപാതക ദിവസങ്ങളായിരുന്നു. അതിലൊരു കേസിലെ പ്രതികൾക്ക് വധശിക്ഷയും മറ്റൊരു കേസുകളിലെ പ്രതികൾക്ക് ജാമ്യം എന്ന നിലയിലേക്ക് വരുന്നു. അത് ഈ പറയുന്ന നാടിന്റെ സമാധാനത്തിന്റെ പ്രശ്നമാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും സുപ്രീം കോടതിയിൽ നിന്നും ഷാൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം എന്ന വാർത്തയുടെ വിവരങ്ങളാണ് അജീഷ് ജയകുമാർ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.